ഇന്നത്തെ ചർച്ച ഒറ്റയ്ക്ക്. നമ്മളെല്ലാവരും ഒറ്റക്കാണല്ലോ, നമുക്കത് സഹിക്കാം. എന്താണ് ഒറ്റപ്പെടൽ എന്നത് കാരണം? ഒറ്റപ്പെടലെന്ന് വെച്ചാൽ നമ്മൾ ആരുമില്ലാത്തൊരവസ്ഥ. ഒരു സഹായത്തിനും ആരുമില്ല, ഒരു വർത്തമാനം പറയാൻ മിണ്ടാൻ ആളില്ല. നമ്മളത് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ചും നമ്മുടെ മനുഷ്യർ. നമുക്ക് എന്നും ഒരു കൂട്ട് വേണം, ആരെങ്കിലും വേണം അല്ലേ? ഒന്ന് വർത്തമാനം പറയാൻ, ഒന്ന് മിണ്ടാൻ, കുറച്ച് നേരം ഇരിക്കാൻ, എല്ലാത്തിനും നമുക്ക് വേണം. നമ്മൾ ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോൾ കൂട്ടിന് ഒരാൾ വേണം, ഒരു സോൾമേറ്റ് വേണമെന്ന് പറയും അല്ലേ? നമ്മൾ ചായ കുടിക്കുമ്പോൾ കൂടെ ഒരാൾ ചായ കുടിക്കണം. നമ്മൾ വർത്തമാനം പറയാതിരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ഭ്രാന്ത് പിടിക്കുന്ന പോലെയാവും. എല്ലാവരും സുഹൃത്തുക്കളെങ്കിലും മിനിമം ഉണ്ട് ഇല്ലേ? യഥാർത്ഥത്തിൽ ഒറ്റയ്ക്ക് എന്ന് പറയുന്നത് അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ളതാണോ? എന്തുകൊണ്ടാണ് മനുഷ്യൻ ഒരു കൂട്ടം ആഗ്രഹിക്കുന്നത്? മനുഷ്യൻ കൂട്ടം ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവചരിത്രം ജീവിച്ച രീതി തന്നെയാണ്. നമ്മൾ ചെറുപ്പം മുതലേ നമുക്ക് എപ്പോഴും കൂട്ടുണ്ടായിട്ടുണ്ട്. സ്കൂൾ തലത്തിൽ ജനിച്ചപാട് അമ്മയുടെ കൂട്ടുണ്ട്, അതിനുശേഷം അച്ഛൻ്റെ കൂട്ട്, അതിനുശേഷം നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ടീച്ചർമാർ, സുഹൃത്തുക്കൾ പിന്നെ കിട്ടുന്നു. പിന്നെ ജീവിതത്തിലെ എല്ലാ ഘട്ടത്തിലും നമുക്ക് ഒരാൾ വേണമെന്നേ. അതിനിടയിൽ എപ്പോഴെങ്കിലും ഒറ്റയ്ക്കായാൽ നമ്മൾ മനോവിഷമത്തിലേക്ക് കടക്കുന്നു, ആത്മഹത്യയിലേക്കും മനോരോഗത്തിലേക്കും കടക്കുന്നു, വിഷാദത്തിലേക്കും കടക്കുന്നു. യഥാർത്ഥത്തിൽ അതിൻ്റെ ആവശ്യമുണ്ടോ? ഈ ഒറ്റപ്പെടൽ അത്രയ്ക്ക് ഇതാണോ? നമുക്കറിയാം ഈ ജീവിതത്തിൽ മാത്രമേ കൂട്ടുള്ളൂ. ജീവിതത്തിന് മുമ്പും ജീവിതത്തിന് ശേഷവും നമ്മൾ ഒറ്റയ്ക്ക് ജനിക്കുന്നു, ഒറ്റയ്ക്ക് പോകുന്നു. അത് എത്ര ട്വിൻസ് എല്ലാവരായിട്ട് വന്നാലും യഥാർത്ഥത്തിൽ ഒരു സിംഗിൾ ആളായിട്ടാണ് നമ്മൾ ഈ ലോകത്ത് വരുന്നത് അല്ലേ? ഒരുമിച്ച് വരുന്നു, ട്വിൻസായിട്ട് ഒരുമിച്ച് വരുന്നുണ്ടെങ്കിൽ ആ ഒരു ജന്മം വ്യത്യസ്ത ആൾ തന്നെയാണ്, എത്ര ട്വിൻസാന്ന് എന്ന് പറഞ്ഞാലും. അപ്പോൾ ഒറ്റക്കാണ് നമ്മൾ വരുന്നത്. ഈ മരിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ട്വിൻസ് ഒറ്റയ്ക്ക് വന്നെന്ന് കരുതുക, ഒന്നിച്ചല്ല നമ്മൾ മരിക്കുന്നത്, അതും തെറ്റാണ്. അപ്പോൾ ഒരുമിച്ചല്ല നമ്മൾ പോകുന്നത്. പിന്നെ എന്തിനാണ് നമ്മുടെ ഈ ജീവിതത്തിൽ ഒറ്റക്കെന്ന് പറഞ്ഞ് വിഷമിക്കുന്നത്? അത് നമ്മൾ അങ്ങനെ ശീലമില്ലാത്തത് കൊണ്ടാണ്. നമ്മൾ ഒറ്റക്ക് എന്ന് നമ്മൾ വിഷമിക്കണം എന്ന് നമ്മളെ പറഞ്ഞ് പഠിച്ചുകൊണ്ടാണ്. മറ്റ് ജീവജാലങ്ങളൊക്കെ നോക്കുക, അവരാവശ്യത്തിന് മാത്രമേ അവർ കൂട്ടുണ്ടാക്കുന്നുള്ളൂ. എന്നും അവർക്ക് ഒരു കൂട്ടില്ല. ഒരു സോൾമേറ്റായിട്ടൊന്നും ഒരു ജീവജാലത്തിനും ഇല്ല. വളരെ അപൂർവമായിട്ട് നമ്മൾ കാണുള്ളൂ ഒരു സോൾമേറ്റിൽ, വളരെ അപൂർവമായി. അവർ ഡെയിലി ഒറ്റയ്ക്ക് തന്നെയാണ് യാത്ര, ഭക്ഷണം തേടി അവരൊറ്റയ്ക്ക് പോകും. അപ്പം നമ്മൾ മനുഷ്യർ ഈ ഒറ്റയ്ക്ക് നിന്ന് ശീലമില്ല. നമ്മളത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ മനുഷ്യൻ പലതും ചിന്തിക്കുന്നു. അതുകൊണ്ടാണ് മനുഷ്യൻ വിഷാദരോഗത്തിലേക്ക് കടക്കുന്നത്. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഇതെന്ന് ചിന്തിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ നെഗറ്റീവ് ചിന്തകളൊക്കെ കൊണ്ടുവരുന്നു. യഥാർത്ഥത്തിൽ ഒറ്റയ്ക്ക് നിന്ന് നല്ല ചിന്തകളെക്കുറിച്ച് ചിന്തിച്ചു പോകും. ഏറ്റവും കൂടുതൽ സമാധാനവും സന്തോഷവും ഒറ്റക്കാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്കല്ല, നമ്മുടെ ആത്മാവ് എപ്പോഴും നമ്മളെ കൂട്ടായിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അതനുസരിച്ച് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒറ്റക്കുന്നില്ല. നമ്മൾ ഒരു പണിയും ചെയ്യാതെ വെറുതെ ഇരിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. എന്തെങ്കിലും ഒരു ജോലിയിൽ ഏർപ്പെടൂ. ചെടി നടുകൽ മുതൽ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുക. അപ്പോൾ ജീവിതത്തിന് ഒരു ഉദ്ദേശം വരും, ഒരിത് വരും. വെറുതെ ഒന്നും ചെയ്യാതിരിക്കുമ്പോഴാണ് പല ചിന്തകളും വരുന്നത്. ഇനി ഈ ഒറ്റപ്പെടൽ അതൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്ക് തന്നെയാണ്. ഈ പറയുന്ന സുഹൃത്തും എന്തെങ്കിലും ഒരു പ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ് അതുള്ളത്. നിങ്ങൾ ചിലപ്പോൾ നല്ല കോമഡി പറയുന്നുണ്ടാവായിരിക്കും, നല്ല കാര്യം, അതുകൊണ്ട് ആ സുഹൃത്തുക്കൾ നിൻ്റെ അപ്പുറം നയിക്കും. നീ ഒന്ന് ചിന്തിച്ച് നോക്കൂ. നിങ്ങൾക്ക് കോമഡി ഒന്നും പറയാൻ അറിയുന്നില്ല, നിങ്ങൾക്ക് വർത്താനമേ പറയാൻ അറിയുന്നില്ല. എൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ്? എനിക്ക് വർത്താനം പറയാനൊന്നും ആദ്യം കോളേജ് സമയം ഉണ്ടായിരുന്നില്ല. ആരും എൻ്റെ കൂടെ നിൽക്കുന്നില്ല, കാരണം എനിക്ക് വർത്താനം പറയാനിരുന്നില്ല. എൻ്റെ വേറൊരു സുഹൃത്ത്, അവൻ നല്ലതായി തമാശ പറയും, നല്ല കാര്യങ്ങൾ, എല്ലാവരും അവനപ്പുറം പോകും. അപ്പം അതുകൊണ്ടല്ലേ പോകുന്നത്. അതിനുശേഷം കോളേജ് കഴിഞ്ഞിട്ട് ജോലി പ്രവേശിച്ചപ്പോൾ പൈസ അനുസരിച്ച് ജോലിയിൽ ചില സഹായങ്ങൾ ചെയ്തു തരും. ഇന്ന ചങ്ങായി ഇവന് ഈ വിവരമുണ്ട്, അപ്പോൾ അവനപ്പോൾ ഒട്ടി നിൽക്കും. കാരണം ആ വിവരം അവന് കിട്ടാൻ എന്തിനോ ഒന്ന് നേടാനോ ഒരു ഇതിനു വേണ്ടിയിട്ടാണ് ഈ മനുഷ്യനെല്ലാം ഒരാളെ കൂടെ നടക്കുന്നത്. യഥാർത്ഥ സ്നേഹം കൊണ്ടല്ല. എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? അപ്പോൾ ഒറ്റയ്ക്ക് എന്ന് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യം ഇല്ല. നമ്മളെല്ലാം ഒറ്റയ്ക്ക് തന്നെയാണ്.
അത് നമ്മൾ ആ സമയം എങ്ങനെ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നു. നമ്മൾ ബുക്ക് വായനയിലും പല കർമ്മങ്ങളും അതൊക്കെ ചെയ്ത് വരുമ്പോൾ നമുക്ക് ആ സമയം ഒറ്റപ്പെടൽ തോന്നൂല. വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അതായത് ചെകുത്താൻ കയറി കളിക്കുമെന്ന് പറഞ്ഞ പോലെ അതാണ് പ്രശ്നം. അപ്പോൾ അത് ഒറ്റക്ക് എന്നൊരു പറയുന്ന കോൺസെപ്റ്റ് തന്നെ നമ്മൾ ഈ യഥാർത്ഥത്തിൽ ഒറ്റയ്ക്ക് തന്നെയാണ്. ഈ പ്രപഞ്ചം വിട്ടുപോയി കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് തന്നെ പോകണം. ആരും നമ്മളെ കൂടെ വരില്ല. നമ്മളിവിടെ സുഹൃത്തുക്കളും കൂടെ വരില്ല, നമ്മുടെ ഇതൊന്നും വരില്ല. നല്ല നല്ല ചിന്തകൾ വരിക, നല്ല നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോൾ ഒറ്റപ്പെടൽ അങ്ങ് പോവും. പിന്നെ ഈ മറ്റൊരു വിചാരിക്കുന്നു അത് നീ നമ്മൾ കണ്ട് ഇവൻ ഒറ്റക്കാന്ന്, ഇവൻ ഈ ജീവിതത്തിൽ അനുഭവിക്കും. നമുക്ക് എപ്പോഴും ആളുണ്ട്. എന്തനുഭവിക്കാനാണ്? എന്തനുഭവിക്കാൻ? അവരെന്താ വലിയ നേടുന്നുണ്ട്? ഇത്രയും പേര് ആൾക്കാർ ഇപ്പോൾ കൂട്ടായ്മയിൽ നിന്ന് അവർ ഈ ഒറ്റപ്പെടുന്നവനെ ഒറ്റക്കാക്കി പോകുന്നത് വലിയ വിജയമായിട്ട് കണക്കാക്കുന്നുണ്ട്. അതൊക്കെ അവരുടെ മിഥ്യാധാരണയാണ്. അവരൊരു പ്രശ്നത്തിൽ വരുമ്പോൾ അവരെ മറ്റു സുഹൃത്തുക്കൾ ഒഴിഞ്ഞു പോകുമ്പോൾ അവർക്ക് മനസ്സിലാവും എന്താണ് ഒറ്റപ്പെടലെന്ന്. അപ്പോൾ ഒറ്റപ്പെടൽ നമ്മൾ ആസ്വദിച്ച് കഴിഞ്ഞാൽ നമുക്കതിനോട് വിഷമം ഉണ്ടാവില്ല. നമസ്കാരം.